ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ കണ്ണൂരിലെ 6 ആശുപത്രികളിൽ നടത്തിയ സമരത്തിന് പിന്നിൽ കോർപ്പറേറ്റ് താൽപര്യം ആരോപിച്ച് കൊയിലി ഹോസ്പിറ്റൽ സംരക്ഷണ സമിതി. ആശുപത്രി വിലക്ക് വാങ്ങാൻ കാത്തുനിൽക്കുന്ന കോർപ്പറേറ്റുകൾ സമരത്തിന് പിന്നിൽ ഉണ്ടോ എന്ന് സംശയമുണ്ടെന്ന് IMA ട്രഷററും കൊയിലി ഹോസ്പിറ്റൽ സർജനുമായ ഡോക്ടർ വി സുരേഷ് പറഞ്ഞു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊയിലി ഹോസ്പിറ്റൽ സംരക്ഷണ സമിതി കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷനെതിരെ ഗുരുതര ആരോപണമാണ് കൊയിലി മാനേജ്മെന്റ് ഉയർത്തുന്നത്. കൊയിലി ആശുപത്രിയിലെ സീനിയർ സർജനും സ്ഥാപനത്തിന്റെ മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ ഗംഗാധരനെ ആശുപത്രിക്കുള്ളിൽ വെച്ച് ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മാനേജ്മെന്റും ജീവനക്കാരും രംഗത്തിറങ്ങിയത്. ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും നടത്തി. പ്രതിഷേധയോഗം ഹോസ്പിറ്റൽ സീനിയർ സർജനും IMA ട്രഷററുമായ ഡോക്ടർ വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിലെ 6 ആശുപത്രികളിൽ INAയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ ചില സംശയങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുകിട ആശുപത്രികളെ വിഴുങ്ങാൻ കോർപ്പറേറ്റ് ഭീമന്മാർ ശ്രമിക്കുകയാണ്. ഇതിന് വഴങ്ങാത്തവരെ ഇത്തരം സമരങ്ങളിലൂടെ ഒതുക്കാനുള്ള അജണ്ട ഇതിൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും ഡോക്ടർ വി സുരേഷ് പറഞ്ഞു. ഇതിന്റെ പിറകിൽ ഒരു ഹിഡൻ അജണ്ട, അപകടകരമായ ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇത് ഒരു വ്യക്തിയെ ആക്രമിക്കുന്നതല്ല, ഒരു ആശുപത്രിയുടെ നിലനിൽപ്പിനെതിരെയുള്ള കടന്നാക്രമണമാണിത്. ആഗോള ഭീമന്മാരായ കോർപ്പറേറ്റ് ആശുപത്രികൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അദൃശ്യമായ കരങ്ങൾ ഇതിനു പിറകിലുണ്ടോ എന്ന് നാം സംശയിക്കണം. സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ 80 വയസ്സുള്ള ഡോക്ടർ ഗംഗാധരനെ മോശമായ രീതിയിലാണ് സമരക്കാർ നേരിട്ടത്. അദ്ദേഹത്തെ ആക്രമിച്ചു, സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പോലീസിന് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നും ഡോക്ടർ വി സുരേഷ് പറഞ്ഞു. പ്രതിഷേധയോഗത്തിൽ എമർജൻസി മെഡിക്കൽ ഓഫീസർ രമ ചന്ദ്രശേഖരൻ, സീനിയർ ഗൈനക്കോളജിസ്റ്റ് രമാദേവി ശശികുമാർ, ഡോക്ടർ വി ആനന്ദ്, ഡോക്ടർ സാനുഷ് രാജ്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഇന്ദു, സ്റ്റോർ മാനേജർ അഡ്വക്കേറ്റ് വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.